സാറോ? സാറെന്താ ഇവിടെ? ആ, അർണവോ? ആ എടോ, ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ടീച്ചേഴ്സ് പറഞ്ഞു ഇവിടെ കുട്ടിക്ക് വയ്യാതായിരുന്നു. അപ്പോൾ എനിക്കിന്ന് അവരുടെ പോയാൽ വേണ്ടിയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാടോ. ഞാൻ ഈ കുട്ടി ഒറ്റയ്ക്കായിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് അദ്ഭുതമൊക്കെ പറഞ്ഞത് ഒറ്റയ്ക്കല്ല, കൂട്ടിന് അർണവ് സാറുണ്ടെന്ന്. എന്തൊക്കെയായാലും ഞങ്ങളുടെ സ്റ്റുഡൻ്റ് അല്ലേ. സോ അങ്ങനെ വന്നതാടോ. ആണോ? ഞാൻ അതുകൂടെ ഒറ്റയ്ക്കല്ലടോ, ഞാനും കൂടെ ഉണ്ട്. സാറെന്തായാലും പോവാൻ നോക്ക്. ആടോ, ഞാൻ പോവാം. എനിക്ക് അവിടെ വേറെ വർക്കുണ്ട്. ഞാൻ കുട്ടി ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അതുകൊണ്ടാണ്. അതുക എടോ, ടേക്ക് കെയർ കേട്ടോ. നോക്കിക്കോണ്, ഇപ്പോഴത്തെ പണിയൊക്കെയാണ്. അപ്പോൾ ശരി സാർ, ഞാനെന്നാൽ അങ്ങോട്ട് പോവാണേ. ശരി. ഓക്കെ സാറെന്നാൽ അങ്ങോട്ട് ചെല്ലു. ഇങ്ങനെ ഓരോന്ന്. നിനക്കെന്താടി ബോധമില്ലേ? ആരെങ്കിലും റൂമിൽ കയറണ്ടെന്ന് പറയേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ? റൂം അങ്ങ് തുറന്നിട്ടേക്കുക. അയാളെ കുറിച്ച് എല്ലാം അറിയാം നീ തന്നെ പറഞ്ഞിട്ട്. ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ് അതുക. മേലെ ഇതുപോലെ വല്ല കാണിച്ച എന്റെ കയ്യിലെ ചൂട് നീ അറിയും. വന്നിരിക്കും അവള് കെട്ടിയൊരുങ്ങി. നല്ല സ്വഭാവം. എന്റെ ഭഗവാനെ, നീ ഇപ്പൊ ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു നിനക്കിപ്പോ? ഞാൻ ചോദിക്കാൻ മറന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? ആ പനിയൊക്കെ മാറിയോ? അതോ ഇപ്പോഴും ആ പനി അതുപോലെ ഉണ്ടോ? എങ്ങനെ ഉണ്ടടാ? ആടാ, എനിക്ക് കുഴപ്പമില്ല. എനിക്കൊരു കുഴപ്പമില്ല. ഞാനിപ്പോ ഓക്കെ. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ ചെന്നാ മതി, ഒന്ന് കിടന്നാ മതിയായിരുന്നു. നമുക്കെന്തായാലും പോവാല്ലോ, ഇപ്പൊ വേറെ ഒന്നുമില്ലെങ്കിൽ. പോവാം നമുക്ക് എന്തായാലും. ഇനി വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇറങ്ങിയാലോ അളിയാ? നമുക്ക് പോവാം എന്നാലും. വാ കുക്കി, നീ കയറിക്കോ കേട്ടോ. അധികാരോടെ നിൽക്കണ്ട്. ഓക്കെ, പിള്ളേർ ഇത്രയും നേരമായിട്ട് എണീറ്റില്ലല്ലോ ഏട്ടാ. ഞാര് പോയി കുത്തിപ്പൊക്കൊതിനേക്കാ. നീ അങ്ങോട്ട് ചെന്നേ. നീ ചെന്നേ പിള്ളേർ എണീക്കത്തൂല. ചെറുക്കന്ന് പോകണമെന്ന് പറഞ്ഞല്ലേ. നീ ചെല്ല്, കൊച്ചിൻ്റെ പനിയും കുറഞ്ഞിട്ടില്ല. അങ്ങോട്ട് ചെന്നാണ്. ഇനി അവനെ വിളിച്ചുണർത്തിയില്ലെങ്കിൽ ഇനി അടുത്ത അതിനടിക്കും വഴക്ക്. ഇല്ല, വന്ന ഉടനെ ഒന്ന് കഴിക്കാതെ കയറി കിടന്നോ രണ്ടെണ്ണോ. ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞ ജോലി അവന് പോയേ പറ്റൂ. ചെല്ലു, നീ പോയി വിളി, കൊച്ചിനെ വിളിക്കണ്ട. ഞാൻ വിളിക്കാം. ചേട്ടാ നോക്കിക്കോണേ, കരിപ്പിക്കല്. ഞാൻ പോയിട്ട് വരണം. നീ വിളിച്ചില്ലെങ്കിൽ അത് മതി. ഞാൻ നോക്കിക്കോളാം. നീ ചെല്ല്, ചെന്ന് വിളിച്ചിട്ട് വാ. അവ ഇനി താമസിച്ചാ ഇനി അതിനായിരിക്കും അടിച്ചത്. എന്തുവായി പിള്ളേർ എണീറ്റില്ല ഇതുവരെയ്ക്കും. ഈ റൂം മുഴുവനും എന്തുവാക്കി കാണിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിട്ട് വലിച്ച് വാരി എത്ര ശരിയാക്കിയാലും എൻ്റെ പൊണ്ണു രണ്ടെണ്ണം. രണ്ടെണ്ണം ഒന്നും ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഉറക്കാൻ നോക്കിയാൽ രണ്ടും വെട്ടിയിട്ട പോത്തിനെ പോലെ കിടന്നുറങ്ങുക. ഇങ്ങനെയുണ്ട് രണ്ട് പിള്ളേർ. എപ്പോൾ കിടന്നുറങ്ങിയതാ എന്തോ. പിള്ളേരെ ഇങ്ങോട്ട് എണീറ്റാണ്. അച്ചൂട്ടാ, എനിക്ക് പിള്ളേരെ അങ്ങോട്ട്. എന്റെ ദൈവമേ, അജു എനിക്ക് അങ്ങോട്ട്. എന്താ എന്തിനാ ഇങ്ങനെ വിളിച്ച് കൂന്നേ? ഞാൻ എനിക്കുമല്ലോ. സമ്മതിക്കില്ല, അമ്മ ഒന്ന് പോയേ കുറച്ച് ചെയ്യട്ടെ. കുറച്ചുകൂടെ വേണം നീ ഉറങ്ങിക്കോ, എനിക്ക് കുഴപ്പമില്ല. ഇന്നലെ നീയല്ലേ പറഞ്ഞ അമ്മ എനിക്ക് എന്തോ ഒന്നൊരു സെമിനാർ വെക്കാനുണ്ട്, സെമിനാറുണ്ട് ക്ലാസ്സിലുണ്ട്, നേരത്തെ വിളിക്കണമെന്ന്. അതുകൊണ്ടാ വിളിച്ചത്. ഞാൻ പൊക്കോളാം. ശരി അമ്മ, പൊക്കോ. ചെല്ല്, ഇപ്പോൾ ബ്രഷ് ചെയ്തിട്ടൊക്കെ വാ. ഇതൊക്കെ നേരം ഇവിടെ നിൽക്കണ്ട. ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി എനിക്കൂടെ ഇനി പനി വരേ ഉള്ളു. രണ്ടെണ്ണത്തിന് ഒരു ഇതുമില്ല, ബോധമില്ല രണ്ട് പിള്ളേർ. ഇനി അടുത്ത് നിനക്ക് പനി നിനക്കും കിട്ടും അവർക്കും കിട്ടും. ഞാൻ പോവാ. അവൾക്ക് ഇങ്ങനെയുണ്ട് കുക്കിക്ക് പനി കുറവുണ്ടോ? അവൾ വരുന്നുണ്ടായിരുന്നു. ഇല്ല അവളൊന്നും വരുന്നില്ലടാ. അവളൊന്നും വിടുന്നില്ല. ഈ പനിയും വെച്ചിട്ട് കൊച്ചിനെ വിട്ടാൽ ശരിയാവില്ല. മക്കളെ ചെല്ലി. കുക്കി ചുട്ടാ പനിയുണ്ടാടാ? എൻ്റെ മക്കൾ കിടന്ന് ഉറങ്ങിക്കോ. നല്ല ചൂടുണ്ട് കേട്ടാ. ഈ മഴയത്ത് ഇറങ്ങിയിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെ പനി വരണേ. എന്തിനു മോളാണ്?
കുറച്ചുകൂടെ നീ കിടക്ക്. ഉറങ്ങിക്കോ. അജു പോയാ കുക്കി വന്നില്ലല്ലോ. അവർക്ക് ഇന്നലെ പനി കൊണ്ടല്ലേ പോയത്. എങ്ങനെ ഉണ്ടോ എന്ന് വിളിച്ചു പോലും ഞാൻ ചോദിച്ചില്ല. നീ ചോദിച്ചോ? ഇല്ലടി, ഞാനും ചോദിച്ചില്ലടി. ഞാൻ ഇന്നലെ ചെന്നുടനെ എൻ്റെ ക്ഷീണത്തിൽ അങ്ങ് കയറി കമന്ന് കിടന്ന് പിന്നെ എണീറ്റ് രാവിലെ അമ്മ ഒന്ന് തള്ളിയുണ്ട്. ഞാൻ വരത്തില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ എക്സാമിൻ്റെ ഒക്കെ ആയതുകൊണ്ട് തന്നെ വരാതിരുന്ന അറ്റൻഡൻസ് കട്ടാക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനും വന്നത്. അല്ലെങ്കിൽ ഞാനും വരൂലായിരുന്നു വെറുതെ സമയം കളയാൻ വേണ്ടി. കുക്കിയും കൂടെ വേണമായിരുന്നല്ലേ? ആടി, കുക്കിയും കൂടെ വേണമായിരുന്നു. പക്ഷേ ആ മൂന്നിനൊരു കാര്യം പറയുന്നുണ്ട്. എടി, നിനക്ക് എപ്പോഴെങ്കിലും കുക്കിയുടെ ഏട്ടൻ്റെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിൽ എപ്പോഴെങ്കിലും ഡൗട്ട് അടിച്ചിട്ടുണ്ടോടി? എടി, എനിക്ക് എന്തോ ഒരു സംതിങ് തോന്നുന്നടി. സംതിങ് നിനക്ക് എന്തോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവർ തമ്മിൽ അവൾ നല്ല ഉടക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് വേറൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നതാ. അല്ലടി, എനിക്ക് എന്തോ തോന്നി. ഇന്നലെ അവര് അത്രയും കെയറൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും. അതൊക്കെ കൊണ്ടായിരിക്കും. അല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എടി, അവരങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളങ്ങോട്ട് പറയാതിരിക്കില്ലല്ലോ. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ കണ്ടുപിടിക്കണ്ട. സാറ് വരുന്നേ ഉണ്ടായിരിക്കും. ഇനി അടുത്ത സാറിൻ്റെ വഴി നയിക്കണം. ഹലോ ഗായ്സ്, സിറ്റ് ഡൗൺ. സോ എല്ലാവർക്കും സെമിനാറൊക്കെ തയ്യാറായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും ബുക്സൊക്കെ എടുത്തിട്ട് ഈ നോട്ടൊക്കെ അങ്ങ് പോയിൻ്റ് ചെയ്തേ. പെട്ടെന്നാവട്ടെ. വന്നില്ലേ ഇതുവരെയ്ക്കും? കാണാനില്ലല്ലോ. ഉണ്ടാവില്ല. ഗായ്സ്, ലിസൺ ഹിയർ. എല്ലാവരും നോട്ട്സ് എടുത്തിട്ട് ഈ പറഞ്ഞ പോയിന്റ്സ് ചെയ്തു നോക്കുക. ഏതെങ്കിലും ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അല്ലാതെ ആരും അലക്കണ്ട, കേട്ടല്ലോ. വല്ലപ്പോഴും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. കുക്കി പറയണേനും കാര്യമുണ്ട്. എന്റെ ചെവി കൂടെയൊക്കെ പൊന്നീച്ച പോണു. കണ്ണിക്കൂടെയൊക്കെ പൊന്നീച്ച പോണു. അമ്മേ, പക്ഷെ ഞങ്ങളോട് അമ്മ ഒന്നും പറഞ്ഞില്ല കേട്ടോ. എന്തോ ഇതുപോലെ ആൻറ്റി വന്ന കാര്യം മാത്രമേ എനിക്ക് കുക്കിയുടെ പറഞ്ഞിട്ട്. ആരാണ് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എന്നോട് അമ്മ ഒന്നും പറഞ്ഞില്ല. അങ്ങോട്ട് വരുന്നു എന്ന് മാത്രം പറഞ്ഞു. എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവാൻ അറിയില്ലല്ലോ. സർപ്രൈസ് ആണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയുമായിരിക്കും. ആളിയെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊന്നുമില്ല. അങ്ങോട്ടൊന്നും പറഞ്ഞൊന്നുമില്ല വീട്ടിനെ കുറിച്ച്. അവർ തന്നെ പറയട്ടെ. അല്ലാതെ ഞാനും ചോദിച്ചൊന്നുമില്ല അങ്ങോട്ട്. പിന്നെ അളിയ അദ്വികയ്ക്ക് ഇങ്ങനെ ഉണ്ടോ? ഓക്കെയാണോ? കുഴപ്പമില്ല. എന്നാലും ഞാൻ അവിടെ കിടന്നത് ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. അമ്മ പറഞ്ഞ് കുറച്ചൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല. അതായത് നിനക്കുള്ള ആൾ വരുന്നു. ഡോ, തന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞു പിറകെ നടക്കരുതെന്ന്. എനിക്കിപ്പോൾ വയ്യെങ്കിലും ഇല്ലെങ്കിലും തനിക്കിപ്പോൾ എന്തുവാ? അതെൻ്റെ കാര്യം നോക്കടോ. ഡോ, തന്നോട് ഞാൻ റേസ് ആവേണ്ട കാര്യം താൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്. പ്ലീസ് ഇനിങ്ങനെ എന്നൊന്ന് വെറുതെ വിടടോ. തന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു പ്ലീസ് താൻ എന്തിനാണ് ഇങ്ങനെ വരുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞു പ്ലീസ് എന്നൊന്ന് വെറുതെ വിട്. എത്ര വട്ടം തന്നോട് ഞാൻ പറഞ്ഞു പ്ലീസ്. ഞാൻ മറ്റേ പ്ലീസ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിർത്ത്. പിന്നെ അദ്വികയുടെ കാര്യം നിന്നോട് ആരാ പറയാൻ നുണയാണെന്ന്? അദ്വിക എൻ്റെ അനിയത്തി, ഇത് എൻ്റെ അളിയൻ, കേട്ടല്ല. ഇവരുടെ കല്യാണം ഞാൻ നടത്തും. ഇനി നുണയായാലും അല്ലെങ്കിലും, കേട്ടല്ലോ. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും വേണ്ട. നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. നിന്നോട് ആര് പറഞ്ഞാൽ നുണയാണെന്ന്? ഇവർ തമ്മിൽ റിലേഷനാണെന്ന് ഞങ്ങൾക്ക് നിന്നോട് നുണ പറഞ്ഞിട്ട് എന്താ കിട്ടാൻ? അതുപോലെ നിന്നെ പോലെ കുറേ പീറ പെണ്ണുങ്ങളെടുത്ത് അല്ലേ അളിയ പറഞ്ഞു കൊടുക്കുക. അതെ, ഇപ്പോൾ അതാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങളുടെ മാറ്ററാണ്. സോ മേലാണ് ഇനി എൻ്റെ കൺമുമ്പ് വന്നു. എൻ്റെ സ്വഭാവം എനിക്കറിയില്ല. അജു എന്താ പറഞ്ഞെങ്കിൽ വാ. അധിക നാളെ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. ഒരു നൈറ്റ്
ഇവിടെ കൂടെ നീ ഉണ്ടാവും മനുഷ്യ. പിള്ളേരോട് നീ പറയുന്നില്ലേ? നീ ഇനി എപ്പോഴാ പിള്ളേരോട് പറയാന്ന് പറഞ്ഞിരിക്കുന്നേ? ഇനി നമുക്ക് അവരോട് പറയാതെ കാര്യമില്ലല്ലോ. പറയാം, രണ്ടുപേരൂടെ വരട്ടെ. ഒരാളെടുത്ത് പറഞ്ഞ് ഒരാളെ കെട്ടിക്കാറായ പോലും മറ്റൊരാളടുത്ത് പറഞ്ഞെന്നും പറഞ്ഞ് നടക്കും. അതാണ് എന്തുവാ അമ്മേ, ഒരാളടുത്ത് പറഞ്ഞാൽ മറ്റൊരാളടുത്ത് പറഞ്ഞില്ല, മറ്റൊരാളടുത്ത് പറഞ്ഞു ഒരാളടുത്ത് പറഞ്ഞില്ലേ, എന്തുവാ, എന്ത് കാര്യമാ? ഞാനോട് അറിയട്ടെ. എന്നെ വീട്, എൻ്റെ പൊന്നു കുഞ്ഞെ. മക്കളെ, നീ പോയി കിടന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഈ വയ്യാത്ത നീ എന്തിനാ അടിക്കണം ചാടി ഓടി കളിക്കുന്നത്? ഒന്നാമത് ചുപ്പൂരം മതി, അപ്പോഴേ പനി വരണ കൊച്ച. നിങ്ങൾ പോയി കിടക്കാൻ നോക്ക്. അത് തന്നെ, നീ പോയി റെസ്റ്റ് എടുക്കൂക്കി. ചുമ്മാ കിടന്ന് കറങ്ങുന്നത്. ഞാൻ റെസ്റ്റ് എടുക്കാം. ഫസ്റ്റ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്തുവാ ഒരു സർപ്രൈസ് എന്ന് പറയേ? ഞങ്ങൾ രണ്ടുപേരില്ലാതെ പറയില്ലെന്ന് പറഞ്ഞ് ഇപ്പം പറ. ഞങ്ങൾ കേൾക്കണം, എനിക്ക് കേൾക്കണം. ഓ, സർപ്രൈസ് ഇപ്പം എന്നോട് എങ്ങനെ പറഞ്ഞേ? രണ്ടുപേരുടെ വരട്ടെ, അജൂടെ വരട്ടെ, എന്നാലും ഒത്ത് പറയാം. എന്തായാലും വേറെ ഒന്നുമല്ല, നിനക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോ അവിടെ. എന്ത് സന്തോഷം തരുന്ന കാര്യം അമ്മ? എന്നോട് പറ, എനിക്കത് കേൾക്കാൻ കൊതിയാണ്. നിങ്ങളിങ്ങനെ സസ്പെൻസ് ഇടുമ്പോഴാണ് ഇങ്ങനെ ത്രില്ല്. മനസ്സിലായില്ലേ? പ്ലീസ് ഒന്ന് പറ അമ്മ. അജുവിൻ്റെ അടുത്ത് ഞാൻ പറയൂല, നിങ്ങൾ പറഞ്ഞാലും പ്ലീസ്. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല, ഒരു ചെറിയൊരു കാര്യം. അത് സമയമാകുമ്പോൾ ഞങ്ങൾ പറയും കേട്ടോ. അതെ തന്നെ, ഇപ്പം പൊന്നുമോള് പോവാൻ നോക്ക്. അതുകൂടെ വരട്ടെ, വന്നിട്ട് ഞങ്ങൾ പറഞ്ഞോളാം. ഇപ്പം എൻ്റെ പൊന്നുമോള് പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. ആ ശരി. എൻ്റെ അളിയോ, അങ്ങനെ ഒരു സാധനം എന്നാ സോം പിടിച്ചൊരു പെങ്കൊച്ചാളിയോ അത്. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവൂലും. തലയിൽ എന്താ കരിങ്കല്ല് കുത്തി വെച്ചേക്കാൻ എനിക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും. അങ്ങനെ തോന്നും. നീ എന്തിനാണ് എൻ്റെ മുഖത്തോട്ട് നോക്കുന്നേ? അതാ ഞാൻ അത്ര സുന്ദരനാണെന്ന് എനിക്കറിയാം. നീ ഇങ്ങനെ നോക്കി ഫ്ലർട്ട് ചെയ്യാത്തിരി എൻ്റെ ഭാവി വധു. ഓ, നീ സുന്ദരൻ തന്നെ. എന്നാലും നമ്മൾ എന്തിനാ തങ്ങളോട് ഇങ്ങനെ അളിയാളിയെന്ന് വിളിക്കണല്ലേ? എന്തർത്ഥത്തിലാണ് എന്ത് ചെയ്യുക? പെങ്ങളെ കെട്ടിക്കുന്നവരാണ്, അതായത് പെങ്ങളെ ഭർത്താവിനെ അളിയാന്ന് വിളിക്കണേ. അല്ലാണ്ട് എടാ അളിയ, അല്ലാണ്ടും അളിയാന്നൊക്കെ വിളിക്കില്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട്. നമ്മളത്ര ചങ്സ് അല്ലേ? ആടാ, നമ്മളത്ര ചങ്സാണ്. എന്നാലും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, നിനക്ക് തന്നെ. ഓട്ടെ, അത് ഇനി ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കണ്ടേ? ഞാൻ ആലോചിക്കുമായിരുന്നു, അനുവിനെ വേറെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞ് അല്ല, അനുവിന് വേറെ ആരെയും കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ബന്ധു അങ്ങ് മാറൂലേ? അയാളെ വിളിക്കേണ്ട അളിയാന്ന്. അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അളിയാ. അമ്മേ, അയ്യോ, അപ്പം നമ്മുടെ ബന്ധുവൊക്കെ അങ്ങ് മാറും. അളിയാ, നീ അനുവിനെ കിട്ടുമോ? ഇതേടാ കണ്ണും തള്ളിക്കൊണ്ട് നിൽക്കുന്നേ? എനിക്ക് സമ്മതമാണോ അവളെ കയറി കെട്ടിക്കേ? പൊക്കിയല്ലേ? എല്ലാം പൊക്കി. എൻ്റെ പൊന്നളിയെ ഞാൻ ഒന്ന് പറയട്ടെ, നീ ഇനി ഒരൊറ്റ അക്ഷരം മിണ്ടുപോകല്ലേ? അയ്യോ, എന്നെ കൊല്ലളിയ. നീ ഇത്ര നാളെ എൻ്റെ കൂടെ നടന്നിട്ട് നീ എന്നെ കൊടുത്ത് എന്നെ നെറ്റി വളക്കനാടാ. നീ എപ്പോഴും നീ എന്നോട് പറഞ്ഞോ? എൻ്റെ കൈയും കാലും എപ്പോഴും നീ എന്നോട് പറഞ്ഞോടാ? പറഞ്ഞോ? അയ്യോ, ഞാൻ പറയാം. എൻ്റെ പൊന്നളി എന്നെ വിടിഞ്ഞ എല്ലാം പറയാം. എൻ്റെ പൊന്നളി, എനിക്ക് തോന്നിയൊരു ഇഷ്ടം, എനിക്ക് പേടിയായിരുന്നു അളിയാ നിന്നോട് പറയാം. നീ അയ്യോ എൻ്റെ പൊന്നോ. മതി. നിനക്ക് എന്നോട് ഒരു വട്ടമെങ്കിലും പറയാമായിരുന്നു. ആ ഒരു സങ്കടത്തിന് അടിച്ചത് വേദനിച്ചോ എനിക്ക്? ചെറുതായിട്ട് വേദനിച്ചു. ഞാൻ അനിയത്തി തരാം. പൊന്നുവളവളെ നോക്കിക്കോണം. അവൾക്ക് എന്തെങ്കിലും പറ്റിയ അവസാനം ഞാൻ അങ്ങോട്ട് കയറി വരും, അറിയാലോ? എൻ്റെ ഇടി നിനക്കറിയാലോ? എൻ്റെ ഇടി കൊണ്ട് ഇതാവേണ്ടി വരും. അളിയ, അപ്പോൾ നിനക്ക് ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നാ? നിനക്ക് ഞങ്ങളുടെ റിലേഷൻ സമ്മതം തന്നെ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ? എനിക്കെന്ത് പ്രശ്നം? എനിക്ക് സമ്മതമേ ഉള്ളെന്ന്. അപ്പം അളിയ, നിനക്ക് ഇതിനെക്കുറിച്ച് മുന്നേ അറിയാൻ വരുന്നോ ഈ റിലേഷൻ്റെ? എനിക്ക് മുന്നേ അറിയാമായിരുന്നു. നിങ്ങൾ തുടങ്ങിയ ഒരാഴ്ചക്ക് മുന്നേ ഞാൻ പൊക്കിയതാ 2 എണ്ണത്തിന് ആ ചെമ്പകത്തിൻ്റെ അവിടെ വെച്ച്. എന്നിട്ടാണ് ഡയലോഗ് ഇട്ടിരിക്കുന്നത്, വരുന്നെങ്കിൽ വാടാ ഇങ്ങോട്ട്. എൻ്റെ അമ്മേ, നിനക്കതൊക്കെ അപ്പോഴേ അറിയാമായിരുന്നോടാ? എന്നിട്ട് നീ എന്നോട് ഇപ്പോഴാണ് പറയുന്നത്? എന്തിപ്പോഴാണ് പറയണേന്ന്? നിനക്കൊന്നും പറയാൻ വയ്യല്ലോ. പിന്നെ 2 പേരെ അഭിനയമൊക്കെ കണ്ട് ഞാനങ്ങ് നിന്ന്. അമ്മേ, അയ്യോ സോറി അളിക്കാൻ. ഇനി ഞാൻ ആവർത്തിക്കില്ല. പോരെ? ഇനി നീ ആവർത്തിച്ച 2 പേർക്കും എൻ്റെ കിട്ടും. വരുന്നോട് നടന്ന വാടാ ഇങ്ങോട്ട്. തീരാൻ
ഇതാരും ഈ നേരത്തെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. ആ അണ്ണാ സാറോ? സാറല്ലേ എനിക്ക് വശിട്ട് ഇതാ പിന്നെ നൈസിനായോ? ഓ എന്നല്ല ഉപദേശനായ പോലെയാണ് എന്തോ റിപ്ലൈ അയക്കണോ? ഹേയ് ഷോ ഇവര് മുടിഞ്ഞിലൊക്കെയാണല്ലോ ആണ്. ഈ വഷളൻ തുള്ളാനൊക്കെ നിൽക്കുകയാണ്. ആ ചെന്തു വായിച്ചേ. കഴിച്ചോ? ആ കഴിച്ചു. സാറോ? ഉം. എന്ത് സാറേ എന്നെ മിസ് ചെയ്തോ? പോടോ അദ്വിക. ഓ എന്തോ? പനി കുറവുണ്ടോ? ആ ഞാൻ ഓക്കെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോളൂ. ഇത് പിന്നെ ചോദിച്ചോളൂ. സാറിന് എന്തെങ്കിലും? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ഇത് പറയാനാണോ സാറ്? പൊക്കോ പൊക്കോ. ഇയാൾ എന്തുമായിരിക്കും പറയാൻ വന്നേ? എന്തേലും ഞങ്ങൾ എന്തൊക്കെ അടച്ചു കൂട്ടുന്നേ? നാളെ പിടിക്കാം.